ആര് നയിക്കുമെന്നുള്ള ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായെങ്കിലും ഇപ്പോഴും അതിനൊരു ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണുള്ളത്. മുഖ്യമന്ത്രി ചർച്ചയിൽ AICC നിരീക്ഷകർ ഇന്ന് നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധങ്ങളിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. കേരളത്തിലെ സാഹചര്യം വിലയിരുത്താൻ AICC പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ AICC നിരീക്ഷക സംഘം അവർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ അവർ റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ അത് ആർക്ക് അനുകൂലമായിരിക്കും? പക്ഷേ അവിടെ തീരുന്നില്ല. ഒപ്പം തന്നെ AICCയുടെ മറ്റൊരു സംഘം നിരീക്ഷകരായും കേരളത്തിലെത്തുന്നുണ്ട്. അവർ രാഷ്ട്രീയ സാഹചര്യം കൂടി പഠിച്ച ശേഷം ഒരു റിപ്പോർട്ട് കൂടെ നൽകും. അങ്ങനെയാണെങ്കിൽ ഒരു ഞായറാഴ്ചയ്ക്കകം ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഹൈക്കമാൻഡിനുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് മുഗൾ വാസനിക്കും അജയ് മാക്കനും സമർപ്പിക്കേണ്ട റിപ്പോർട്ടാണ്. ഇന്ന് ഉച്ചയോടുകൂടി ആ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം ഒരു ഫോർമുല തയ്യാറാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അതായത് 3 നേതാക്കന്മാരെയും തള്ളിക്കളയാൻ കഴിയാത്ത നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ. 3 പേരെയും ഹൈക്കമാൻഡിന് കൃത്യമായ ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളില്ലാത്ത തരത്തിൽ തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതേസമയം കേരളത്തിൽ ഉടനീളം ഓരോ നേതാവിനും അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ വലിയ തരത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട്. ഇങ്ങനെ തെരുവിൽ ഇറങ്ങി പോര് വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയല്ല നേതാക്കന്മാരെ തീരുമാനിക്കേണ്ടത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഡൽഹി കേരള ഹൗസിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഡൽഹി കേരള ഹൗസിന്റെ മുന്നിലും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പോസ്റ്ററുകൾ വ്യാപകമായി ഓരോ ദിവസവും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ KMCC ഡൽഹി ചെയ്തിരിക്കുന്ന പോസ്റ്റർ. ഈ പോസ്റ്ററിൽ കുഞ്ഞാലിക്കുട്ടി, തങ്ങൾ, രാഹുൽ ഗാന്ധി എന്നിവരോടൊപ്പം VD സതീശന്റെ ചിത്രം മാത്രമാണുള്ളത്. അപ്പോൾ വ്യാപകമായിട്ട് VD സതീശൻ അനുകൂല തരംഗം മുസ്ലിം ലീഗ് അണികളിൽ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രതിഫലിപ്പിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ അനുകൂലമായിട്ട് അങ്ങിങ്ങായി നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രകടനങ്ങൾ നിയന്ത്രിക്കണം, അതിനകത്ത് KPCC ശക്തമായ നിലപാട് എടുക്കുന്നില്ല എന്നുള്ള ഒരു അസ്വസ്ഥത കൂടി ഇവിടെ ഹൈക്കമാൻഡിനുണ്ട്. പക്ഷേ അപ്പോഴും ഇപ്പോൾ KPCC അധ്യക്ഷൻ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നിഷ്പക്ഷ നിലപാടാണ്. അതായത് ഏത് നേതാവ് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു പേര് കൃത്യമായിട്ട് പറയാതെ അദ്ദേഹം ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതേസമയം K മുരളീധരൻ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. M ലിജു അടക്കമുള്ള നേതാക്കന്മാർ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പല വിഭാഗങ്ങളായി തിരിഞ്ഞ് നിലപാടെടുത്തെങ്കിലും അത് അവിടെ വെച്ച് അവസാനിച്ചു. കേരളത്തിലെ നേതാക്കന്മാരുടെ MLA-മാരുടെ റോള് കഴിഞ്ഞു. ഇനി ജിൽസി പറഞ്ഞ പോലെ തന്നെ ഒരു പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. അവർ തീരുമാനമെടുക്കട്ടെ. അതിന് ഉള്ളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ആ തെരുവിലേക്ക് ഇറങ്ങരുത് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഹൈക്കമാൻഡിനുള്ളത്. സുബോധ്, ഇതിൽ ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുമ്പോൾ നേരത്തെ ഇത്തരത്തിലൊരു സാഹചര്യം മുഖ്യമന്ത്രി തർക്കമൊക്കെ ഉണ്ടായ പഞ്ചാബ്, തെലങ്കാന പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ MLA-മാരിൽ ഭൂരിപക്ഷം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഇവിടെയും ഒരു തീരുമാനം വേണമെന്ന ഹൈക്കമാൻഡിൽ നല്ല പിടിപാടുള്ള KC പക്ഷം ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ മറ്റ് ഫാക്ടറുകൾ അതിനെ എത്രത്തോളം സ്വാധീനിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് സുമോദ്? ഈ KC പക്ഷവും വളരെ ഉറച്ചു തന്നെയാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാട് തന്നെയാണുള്ളത്. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ 7 വർഷമായി സംഘടനാ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന ഒരാളാണ്. സാധാരണ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയും ഇത്രയും നീണ്ട കാലം ഇരുന്നിട്ടില്ല. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായി പോയ അശോക് ഗെഹ്ലോട്ട് അദ്ദേഹത്തിന് മുമ്പ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവായിരുന്നത് സച്ചിൻ പൈലറ്റാണ്. സച്ചിൻ പൈലറ്റാണ് അവിടെ പട നയിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല അന്ന് ഉപമുഖ്യമന്ത്രിയാക്കിയായിരുന്നു സച്ചിൻ പൈലറ്റിനെ ചെയ്തത്. ആ തരത്തിലുള്ള ഒരു ഫോർമുലയല്ല, ഏത് തരത്തിലുള്ള ഫോർമുല വേണം എന്നുള്ളൊരു കാര്യം ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കും. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആയിരിക്കും അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുന്നത്. ഡൽഹിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുക്കുക.
എത്തുക. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഫീലിങ്സ്, കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു പൾസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘം അവിടെ കേരളത്തിൽ തങ്ങുന്നുണ്ട്. അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു ഷാഡോ സംഘമായിട്ടാണ് AICCയുടെ ആ തരത്തിലുള്ള ഒരു നിരീക്ഷകർ ഉള്ളത്. അവർ കൂടി എടുക്കുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ശരി, ധനസുമോ നാളെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ AICCയുടെ ഒരു പ്രത്യേക സംഘം കൂടി കേരളത്തിലുണ്ട്. അവർ രാഷ്ട്രീയ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കേരളത്തിൽ VD സതീശൻ അനുകൂല വികാരം കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ റിപ്പോർട്ട് കൂടി ഹൈക്കമാൻഡിന് മുന്നിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇനി ഹൈക്കമാൻഡ് എത്തേണ്ടതുണ്ട്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന്റെ കാര്യത്തിൽ നമുക്കറിയാം KC വേണുഗോപാലിന് കേന്ദ്രത്തിലടക്കം നല്ല പിടിപാട്, രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അദ്ദേഹം. അത്തരത്തിൽ മുഖ്യമന്ത്രിയാകണമെന്നൊരു വാശി പിടിക്കുകയും MLA-മാർ അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണെങ്കിൽ അതൊരു വലിയ കടമ്പ തന്നെയായിരിക്കും. അത്തരം തീരുമാനം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ. അതിനിടെ ഇന്ന് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. അവിടെ എന്തുതരം ചർച്ചകളായിരിക്കും നടക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമായി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുക തന്നെയാണ് കോൺഗ്രസിലും ഹൈക്കമാൻഡിലും.